ചിക്കൻ കറി വെച്ചാലോ? പക്ഷേ ചിക്കൻ എവിടെ നിന്ന് കിട്ടും? ഐഡിയ. നമുക്ക് ഫ്രിഡ്ജിനോട് ചോദിക്കാം ചിക്കൻ ഉണ്ടോയെന്ന്. ഫ്രിഡ്ജ് കുറച്ച് ചിക്കൻ തരുമോ? അങ്ങനെ ചിക്കൻ വന്നിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ ചിക്കൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് കുറച്ച് ചിക്കൻ തന്നിട്ടുണ്ട്. ഇത് വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിക്കൻ നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് മാത്രം പോരാ, നമുക്കിതിന് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വികാസങ്ങളൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ അതായത് നമ്മുടെ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് പേസ്റ്റാക്കി അരച്ചെടുക്കാതെയാണ്. പിന്നെ നമ്മുടെ അതാണ്ട് കുഞ്ഞു 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 കൊച്ചുള്ളികളാണ്. സവാള 2 എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സംഭവം ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ എന്ത് ചെയ്യണം? നമ്മൾ വാഷ് ചെയ്തെടുക്കണം. അതെനിക്കൊരു മെനക്കെട്ട പണിയാണ്, കുറേ നേരം പിടിക്കും. അപ്പം ഞാനതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഇപ്പം വരാം. ഓക്കെ. ഫ്രിഡ്ജിലിരുന്നുള്ള നമ്മുടെ ചിക്കൻ പീസൊക്കെ അതാണ് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടുന്നതായിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ ഒന്ന് ക്ലീനാക്കിയിട്ട് വരാം. ഓക്കെ. പെട്ടെന്നൊന്ന് ക്ലീനാക്കി തരാൻ വല്ല മെഷീനും ഉണ്ടായിരുന്നെങ്കിൽ ആ സെറ്റ്. ഈ കാലും പിന്നെ ഏത് കാലാണ്? കാലും അതെ, ചിക്കനായ 2 കാലുണ്ട്. ആ 2 എനിക്ക് ചിക്കൻ കറി വെക്കാൻ അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കണം. എനിക്ക് നന്നായിട്ട് കറി വെക്കാൻ അറിയാം. ഞാൻ പിന്നെ ഇപ്പം അങ്ങ് പഠിച്ച്, ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ കറി വെക്കാനൊക്കെ പഠിച്ച് കണ്ടോണം എൻ്റെ കറി എങ്ങനെ ഉണ്ടത്. ക്ലീൻ ആക്കിയിട്ട് ഞാൻ വരുന്നുണ്ട്, നോക്കിക്കോയില്ലേ. അങ്ങനെ ചിക്കൻ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടാണ് ഞാൻ ചിക്കൻ വാഷ് ചെയ്തേക്കുന്നത്. ചിക്കൻ മാത്രമല്ല, എല്ലാ വെജിറ്റബിൾസും പിന്നെ സവാളയും ഒണിയനും എല്ലാം ഞാൻ കുറച്ച് ഉപ്പിട്ടങ്ങ് കഴുകും. എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് കുറേ പേരെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കോഴി എന്നോട് പറഞ്ഞ് കുറച്ച് പ്രത്യേകതരം മസാലകളൊക്കെ ചേർത്ത് വേണം കറി വെക്കാനത്. അപ്പം കുറച്ച് മസാലകളൊക്കെ ചേർത്ത് ഞാൻ എന്താണ്ട് പുരട്ടി വെച്ചിട്ടുണ്ടെന്ന് പിടിക്കാനായിട്ട്. പിന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടാണ്. ചിക്കൻ ഫ്രൈക്കുള്ള സാധനമാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 2 കാല്, ഒന്ന് കുഞ്ഞിപ്പെണ്ണും ഒന്ന് എനിക്കുമെന്നാണ് പറഞ്ഞത്. 2 കാല്. പക്ഷേ അത് ശരിയല്ലല്ലോ. അപ്പോൾ കിട്ടാതെന്നുള്ളത് കൂടെ ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഫ്രൈയും കൂട്ടി കറിയും കൂട്ടാമെന്ന് തീരുമാനിച്ചു. എൻ്റെ ഉള്ളി, നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പിന്നെ എനിക്ക് എടുക്കണ്ടേ? ചിരിച്ചോട്ടോടെ ഇരിക്കും. ഞാൻ വരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരട്ടെ കേട്ടാ. കള്ള ചിക്കൻ നീ സുന്ദര കുട്ടപ്പനായിരിക്കുകയല്ലേ, നിന്നെ ഞാനന്ന് ഫ്രിഡ്ജിലോട്ട് കയറ്റാൻ പോവാം. കാര്യം നിന്നെ സെറ്റാക്കിയാൽ രാത്രിയാവും. കള്ള ഫ്രിഡ്ജ്, നീ എന്തോ പരിപാടിയാണ് കാണിച്ചത്? നീ ചിക്കൻ വന്നിട്ട് ചിരിച്ചിരിക്കണല്ലേ? നീ തന്നെ എടുത്തോ നിൻ്റെ ചിക്കൻ. എനിക്ക് വേണ്ട, കൊണ്ടുപോ. സെറ്റാക്കി ഇരുന്നു. ടാറ്റാ ബൈ, പിന്നെ വരാതെ. അങ്ങനെ നമ്മൾ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് സെറ്റായി വരട്ടല്ലേ. അയ്യോ, അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളടുത്ത് വെക്കണോ? അതിനെ കൂടെ അതിനകത്തോട്ട് കൊണ്ടങ്ങ് തള്ളിയേക്കാം അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ചായ കുടിക്കാം. വൈകുന്നേരം ആയില്ലേ, ചായയൊക്കെ ആവാം അല്ലേ. കുഞ്ഞിപ്പണ ഉറങ്ങും. ആ സമയം കൊണ്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. കാണാം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിക്കൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. കാണിച്ചു തരാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. പച്ചമുളകും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിതായത് ഇങ്ങനെ ഇളക്കിയിരുന്നത് മണം ഒന്ന് മാറി വരണം. അതുവരെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിതായി ഇങ്ങനെ. ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, പിന്നെ ചുമ്മാ കാണിക്കാന്ന് വിചാരിച്ച് ചെയ്തതാട്ടോ.
ഇതിന്റെ പച്ച മണം ഒന്ന് മാറി വരണം. മാറി വരട്ടെ. നമ്മൾ തീ കുറച്ചിട്ട് വേണം ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാനേ. പക്ഷെ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതിന്റെ പേരിൽ ഞാനിച്ചിരി തീയൊക്കെ എങ്ങോട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് എനിക്കിങ്ങനെ നിന്ന് ഇങ്ങനെ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഇത് പെട്ടെന്നെല്ലാം സെറ്റാക്കണം കേട്ടോ. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ കാണിക്കുന്നത്. അപ്പം നിങ്ങളങ്ങനെ ചെയ്യരുത്. തീയൊക്കെ കുറച്ചിട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോയാലേ. അതുകൊണ്ട് അപ്പം നമ്മളിത് ഇങ്ങനെ നമ്മൾ സെറ്റാക്കി എടുക്കണം. എന്നിട്ട് ഈ കുറച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് കുറയ്ക്കും. അഥവാ കരിഞ്ഞു പോയാൽ പണി കിട്ടിയില്ലേ. എണ്ണ വേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കടുക് വേസ്റ്റ്, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ കളർ ഒന്ന് മാറി വരുന്നിടം വരെ നമ്മളിതിങ്ങനെ കുക്ക് ചെയ്യുക. ഓക്കെ, റെസിപ്പി വേണ്ടവർ കമന്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതാണ്. സെറ്റ് ആവട്ടെ.